ഒരു പ്രണയത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു കോംബോ ആണോ പ്രവീണും അനുമോൾ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അവരിപ്പോൾ ലൈവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്നല്ല, ഒരു 2 ദിവസമായിട്ട് അനുമോളും പ്രവീണും ഒരു കോംബോ പിടിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും വൈൽഡ് കാർഡായിട്ട് വന്ന പ്രവീണ് അനുമോൾക്ക് എത്രമാത്രം സപ്പോർട്ട് പുറത്തുണ്ട് എന്നറിയാം. അപ്പോൾ അനുമോളുടെ അടുത്ത് എങ്ങനെ ഏത് രീതിയിൽ നിന്നാലാണ് പ്രവീണും സപ്പോർട്ട് കിട്ടുക എന്ന് പ്രവീൺ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടായിരിക്കണം വന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പ്രവീണ് അനുമോളായിട്ടൊരു കോംബോ പിടിക്കുകയും അനുമോളുടെ കൂട്ടത്തിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുകയും അനുമോളുടെ ഒരു സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കുന്നതും. അപ്പോൾ അങ്ങനെ അനുമോൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ പ്രവീണ് അവിടെ കൂടുതൽ ദിവസം സർവൈവ് ചെയ്യാൻ സാധിക്കും. അനുമോൾക്ക് ഓൾറെഡി പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ട് എന്ന് പ്രവീൺ അറിഞ്ഞിട്ട് തന്നെയാണല്ലോ ചെന്നത്. ചിലപ്പോൾ അത് പ്രവീണിൻ്റെ ഒരു ഗെയിം ആയിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ജെനുവിനായിട്ട് തന്നെ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണോ എന്നറിയത്തില്ല. നമുക്ക് എന്തായാലും അത് കാണാം. ഇപ്പോൾ ലൈവിൽ ഇന്നത്തെ നമ്മുടെ നൂതില ചെരുപ്പ് ഫാക്ടറി എന്ന് പറഞ്ഞ ഒരു ടാസ്കിൽ ഇവരെന്തൊക്കെയോ ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്കിങ്ങനെ ചെന്ന് പറയാം, ഭാര്യ ഭർത്താവാണെന്നോ നിങ്ങൾക്ക് ജോലി വേണമെന്നോ അങ്ങനെ എന്തോ ന്യൂറയുടെ അടുത്ത് ചെന്ന് റിക്വസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതേ പ്ലാൻ തന്നെ അനീഷ് അവിടെ കേട്ടിട്ട് അനീഷ് ഓൾറെഡി നൂറയുടെ അടുത്ത് ചെന്ന് പറയുന്നുമുണ്ട്. എന്തായാലും ടാസ്കിൻ്റെ പേര് പറഞ്ഞാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ പ്രവീണും അനുമോളും ലൈവിൽ ഒരു കോംബോ പിടിക്കുന്നതായിട്ട് നമുക്ക് 1-2 ദിവസമായിട്ട് തോന്നിയിട്ടുണ്ട്. അനുമോളുടെ കൂടെ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് വളരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും എളുപ്പമാണ്. കാരണം അനുമോൾക്ക് ഇപ്പോൾ അവിടെ എല്ലാവരും അനുമോളെ ഒരു ബാക്ക് സ്റ്റാബ് ചെയ്തിട്ട് നിൽക്കുന്ന രീതിയിലാണ് അനുമോൾ അവിടെ നിൽക്കുന്നത്. മൊത്തത്തിലൊന്ന് ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അനുമോളുടെ കൂടെ ഇപ്പോൾ പെട്ടെന്ന് കമ്പനിയാകാൻ പറ്റുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ അത് മുതലെടുത്തുകൊണ്ടായിരിക്കണം വൈൽഡ് കാർഡായിട്ട് കയറിയ പ്രവീണ് അവിടെ അനുമോളുടെ കൂടെ ഒരു കോംബോ പിടിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഈ കോംബോയെ പറ്റി എന്താണ് തോന്നുന്നത്? ഇതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു കോംബോ ആയിട്ട് തോന്നുന്നുണ്ടോ? പ്രവീണിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു സമീപനവും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്